പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പുതിയ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു. കടകൾ രാത്രി 9 മണി വരെ തുറക്കാം. ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറന്ന് പ്രവർത്തിക്കാം. വാരാന്ത്യ ലോക്ക്ഡൗൺ ഞായറാഴ്ച മാത്രമാക്കിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ, ചന്തകൾ, ബാങ്കുകൾ, ഓഫീസുകൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, തുറസായ പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ കോവിഡ് പ്രതിരോധ വാക്സിൻ ഒരു ഡോസ് 2 ആഴ്ച മുമ്പെങ്കിലും എടുത്തവരോ അല്ലെങ്കിൽ 72 മണിക്കൂർ മുമ്പുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ കൈവശം ഉള്ളവർക്ക് മാത്രമേ ഇത്തരം സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ ആവൂ. കടകളിൽ പോകാൻ വാക്സിൻ രേഖ വേണമെന്ന ഉത്തരവ് മാറ്റം വരുത്തില്ലെന്ന് ആരോഗ്യമന്ത്രി ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും പോകുന്നവർ ആദ്യ ഡോസ് വാക്സിൻ എടുത്തിരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിലും പരിശോധന നടത്താൻ നിർദ്ദേശം ലഭിക്കാത്തതിനാൽ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടില്ല. വാക്സിൻ സ്വീകരിച്ചവരെ മാത്രം കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കടത്തിവിടുന്ന നിയന്ത്രണം വ്യാപാരികൾ തന്നെ ഏറ്റെടുക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. കോവിഡ് നിബന്ധനകളും കടകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കണമെന്ന് ചില ജില്ലകളിൽ പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ട്. 2 ആഴ്ചക്ക് മുമ്പ് ആദ്യ ഡോസ് വാക്സിൻ എടുത്തവർക്കും അല്ലെങ്കിൽ 72 മണിക്കൂറിനകം എടുത്ത RT-PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കും 1 മാസം മുമ്പ് കോവിഡ് പോസിറ്റീവായി രോഗമുക്തി നേടിയവർക്കും മാത്രം കടകളിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ കടകളും സ്ഥാപനങ്ങളും നടത്താനുള്ള അനുമതി മാത്രമാണ് നിലവിലുള്ളത്. ഈയൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിലവിൽ 40 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ ഉത്തരവ് അത്തരത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ചെറുപ്പക്കാർ വീട്ടിൽ ഇരിക്കേണ്ടി വരും. പ്രായമായവർ സെഞ്ചിയും തൂക്കി പുറത്തിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ വിമർശനങ്ങൾ ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ RT-PCR ടെസ്റ്റ് എല്ലാ പഞ്ചായത്തുകളിലും സൗജന്യമായി നടത്തുകയാണെങ്കിൽ ഈ പറയുന്നതിൽ ന്യായമുണ്ട്. അല്ലെങ്കിൽ വാക്സിൻ എത്രയും പെട്ടെന്ന് എല്ലാ ആളുകൾക്കും സൗജന്യമായി നൽകണം. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ നിയന്ത്രണത്തിനെതിരെ കർശനമായിട്ടുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും മറ്റു കോണുകളിൽ നിന്നും ഉയരുന്നത്. ഈയൊരു സാഹചര്യം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.